ട്രേഡ് വൈബിൻ്റെ മറ്റൊരു വീക്കിലി അനലൈസിലേക്ക് സ്വാഗതം. ഈ ആഴ്ച 12 തൊട്ട് 16 വരെ നമ്മൾ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള കമ്മ്യൂഡിറ്റിയാണ് ഗോൾഡ്. അതുപോലെ തന്നെ XAU USDയുടെ കൂടെ GBP USD എന്ന് പറയുന്ന ഒരു കറൻസിയെ കൂടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് XAU USDയിലേക്ക് വരാം. 1 അവർ ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഈ ആഴ്ച അവസാനിച്ചിരിക്കുന്നത് 3325.42 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ആയിട്ടാണ് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് പ്രധാനമായിട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഇപ്പോൾ ഒരു സപ്പോർട്ട് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1 അവർ ചാർട്ടിൽ ഒരു സപ്പോർട്ട് സ്റ്റേജിലാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. ഈ മാർക്കറ്റ് എങ്ങനെ മുന്നോട്ട് ചലിക്കുമെന്ന് പറയുന്നതിന് പ്രധാന കാരണം ഇതിൽ ഫണ്ടമെൻ്റൽ ന്യൂസുകൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ആഴ്ച ഈ മാർക്കറ്റ് സഞ്ചരിക്കുക. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധഭീഷണി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ, സ്വർണത്തിൻ്റെ ഉപഭോക്താവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു വാർ ടെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രേഡ് വാർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് പറയാം. ചൈനയുടെ അതുപോലെ അമേരിക്കയുടെ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ഈ ആഴ്ച നടക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ച് ഗോൾഡ് റിയാക്ട് ചെയ്യും. അതല്ല നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ച് ഈ ഗോൾഡ് അതിൻ്റെ വലിയ പൊസിഷൻ ഒരു പക്ഷേ 80Hലേക്കൊക്കെ എത്താം, ഓൾ ടൈം ഹൈയിലേക്കൊക്കെ എത്താനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ 1 അവർ ചാർട്ടിൽ ഇപ്പോൾ ഈ മാർക്കറ്റ് 3325 നിന്ന് ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ 3280. ഈ ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ മാർക്കറ്റ് 3223 അതല്ലെങ്കിൽ 3197ലേക്കൊക്കെ മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള താരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അമേരിക്ക ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് 3200 താഴത്തേക്ക് മാർക്കറ്റ് പോയി 3195 വരെയൊക്കെ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഫണ്ടമെൻ്റൽ ന്യൂസും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ന്യൂസുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഈ മാർക്കറ്റിനെ പ്രവചിക്കാൻ കഴിയും. എന്നാൽ അതുപോലെ തന്നെ ഈ മാർക്കറ്റ് തിരിച്ച് ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ 3359 ബ്രേക്കായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 3440 വരെ ഈ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3280 താഴെ ഒരു ഡൗൺ ട്രെൻഡും 3350 മേലെ ഒരു ഡൗൺ ട്രെൻഡുമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു 100 പോയിന്റ് മുകളിലേക്കും അതുപോലെ തന്നെ 3280 താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 100 പോയിന്റ് താഴത്തേക്കും കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഒരുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം GBP ആണ്. ഇത് GBPയുടെ 1 അവർ ചാർട്ടാണ്. ഈ ആഴ്ച GBPയുടെ GDP ന്യൂസ് പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് ഉടനെ ചർച്ച ചെയ്യാം. ഈ ഫണ്ടമെൻ്റൽ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യം GBPയുടെ കാര്യം പറയുകയാണെങ്കിൽ GBP ഗോൾഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ട മറ്റൊരു കറൻസി പെയറാണ് GBP USD. അതിന് നമ്മൾ ആദ്യം DXY നമ്മുടെ ഡോളർ ഇൻഡെക്സിൻ്റെ ചാർട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് 100ൻ്റെ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100ൻ്റെ മുകളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ശക്തമായ രീതിയിൽ GBP USD താഴത്തേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ GBP നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1.3200 അത് ബ്രേക്കായിട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ശക്തമായി വീഴാൻ സാധ്യതയുണ്ട്. കാരണം അടുത്തൊന്നും അതിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ 1.27657 അതിലേക്കൊന്നും വരില്ല. പക്ഷെ എന്നിരുന്നാലും ഈ 1.3200 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് പോവാം. ഷോർട്ട് പൊസിഷൻ എടുക്കാം, ലോങ് പൊസിഷൻ അല്ല, ഷോർട്ട് പൊസിഷനിലേക്ക് പോവാം. അത് ഷോർട്ട് പൊസിഷനിലേക്ക് പോകണമെങ്കിൽ തന്നെ അത് 1.32 താഴത്തേക്ക് പോകുമ്പോൾ മാത്രമേ പോകാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ പൊസിഷൻ വരികയാണെങ്കിൽ 1.32 വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ബൈ പൊസിഷൻ എടുക്കാം. പക്ഷേ 1.3200 ബ്രേക്കായിട്ട് താഴത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് പൊസിഷനിലേക്ക് പോവാം. അത് ആ സമയത്ത് ഡോളറിൻ്റെ ഡിമാൻഡെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് 100ൻ്റെ മുകളിൽ 100.834 ബ്രേക്കായിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഷോർട്ട് പൊസിഷനിലേക്ക് എടുക്കാൻ പാടൂ. അല്ലെങ്കിൽ 1.3200 വരെ നിങ്ങൾക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഷോർട്ട് പൊസിഷനിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച നമ്മൾ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് പെയറുകൾ, ഒന്ന് കറൻസി പെയർ ആയിട്ടുള്ള GBP USD, അതുപോലെ തന്നെ XA USD ആയിട്ടുള്ള കമ്മ്യൂഡിറ്റി ആയിട്ടുള്ള ഗോൾഡും എടുക്കാം. ഓക്കെ, ഇതിൽ നമുക്കിനി അടുത്തത് ഫണ്ടമെൻ്റൽ ന്യൂസുകളെ കുറിച്ചിട്ട് നോക്കാം. ഇനി എക്കണോമിക് കലണ്ടറിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വരുന്ന 12-ാം തീയതി നോർമൽ മാർക്കറ്റാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. SMC ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെയോ 15 മിനിറ്റിൻ്റെയോ ഒക്കെ സപ്പോർട്ടും റെസിസ്റ്റും ഒക്കെ ഗോൾഡിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്താൽ മതി. 15 മിനിറ്റ് GBP ആവട്ടെ, AUD USD, അതുപോലെ GBP USD, അതുപോലെ യൂറോ USD ഒക്കെ 15 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ടും റെസിസ്റ്റും ഒക്കെ നോക്കി നിങ്ങൾ ശരിയായ പൊസിഷൻ എടുത്ത് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അതിൽ തിങ്കളാഴ്ച നോർമൽ മാർക്കറ്റ് ആയിരിക്കും കാണാൻ കഴിയുക. എന്നാൽ ചൊവ്വാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ ഡോളറുമായി ബന്ധപ്പെട്ടുള്ള വലിയ ന്യൂസാണ്. CPI ഡാറ്റ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, കോർ CPIയും അതുപോലെ CPI ഡാറ്റ വരുന്ന ദിവസമാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, എഴുതി വെക്കുക എവിടെയെങ്കിലും. ഈ വരുന്ന 13-ാം തീയതി ഇന്ത്യൻ സമയം 6 മണിക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് വരികയാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ ഡോളർ ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോകും. എന്നാൽ അതുപോലെ തന്നെ ഗോൾഡ് 3200 താഴത്തേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പൊസിഷനിൽ തിരഞ്ഞെടുക്കുക. ന്യൂസ് വന്നതിന് ശേഷം മാത്രം മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക. അന്ന് രാത്രി 8:30 ചൊവ്വാഴ്ച 8:30 GBP USDയുമായി ബന്ധപ്പെട്ട ന്യൂസ് വരുന്ന ബെല്ലിയുടെ സ്പീച്ചസ് ഉണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറിൻ്റെ സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം GBPയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ബുധനാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച നോർമൽ മാർക്കറ്റ് ആയിരിക്കും. വാലറിൻ്റെ സ്പീച്ച് ഉണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ സ്വാധീനിക്കില്ല. അത് നിങ്ങൾ ഈ AUD USDയും GBP USDയും അതുപോലെ തന്നെ യൂറോ USDയും അതുപോലെ XA USD ഒക്കെ നിങ്ങൾക്ക് നോർമൽ മാർക്കറ്റായിട്ടാണ് ബുധനാഴ്ച കാണാൻ കഴിയുക. വ്യാഴാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത് GBPയെ സ്വാധീനിക്കുന്നതാണ്. GBP USDയെ സ്വാധീനിക്കുന്ന അവരുടെ GDP വരുന്നുണ്ട്. ഓക്കെ, GDP വരുന്നുണ്ട്, അതുപോലെ പെർലിം GDP ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓസ്ട്രേലിയയുടെ രാവിലെ വരുന്നുണ്ട് 7 മണിക്ക്. എന്നാൽ ഉച്ചയ്ക്ക് 11:30 GBP USDയെ സ്വാധീനിക്കുന്ന നല്ലൊരു ന്യൂസാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക. നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് PPI ഡാറ്റ, കോർ PPI ഡാറ്റ വരുന്നുണ്ട്, റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരുന്നുണ്ട്. നല്ല ദിവസമാണ്. അറിയാം, സൈഡ് വൈസ് പോകുന്ന മാർക്കറ്റാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ സൈഡ് വൈസ് പോകുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ന്യൂസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് അനലൈസ് നടത്തി ഒരു അനലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ലൈവ് ട്രേഡിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല പണം ഉണ്ടാക്കാം. വരുന്ന ദിവസത്തിൽ ചൊവ്വ, വ്യാഴം ഈ 2 ദിവസം വളരെ നല്ല ദിവസമാണ്. അവസാനം വെള്ളിയാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ 16-ാം തീയതി വരികയാണെങ്കിൽ USDയുടെ വൈകുന്നേരം 7:30 പെർലിം കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസും വരുന്നുണ്ട് പെർലിമിൻ്റെ. അത് ഈ 2 ഇവൻറ്റുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ ട്രേഡ് ചെയ്യാം. ഈ ആഴ്ചയിലെ ഞാൻ പറഞ്ഞു, ഈ ആഴ്ചയിൽ CPI ഡാറ്റ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഏറ്റവും വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ന്യൂസാണ് ഈ വരുന്ന ചൊവ്വാഴ്ച വരുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ഫണ്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങൾ സ്വരൂപിക്കുക. ശരിയായ രീതിയിൽ യൂസ് ചെയ്യാം. ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 3 ദിവസമുണ്ട് ഈ ആഴ്ച. ഫണ്ടമെൻ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് തിങ്കൾ, ചൊവ്വ നോർമൽ, തിങ്കൾ അതുപോലെ തന്നെ ബുധൻ മാർക്കറ്റ് നോർമലായിരിക്കും. ചൊവ്വ അതുപോലെ തന്നെ വ്യാഴം, വെള്ളി വലിയ രീതിയിലുള്ള വോളറ്റാലിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും മാർക്കറ്റിൽ.